മെസ്സിയിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ ഫുട്ബോൾ മേഖലയിലോ അല്ലെങ്കിൽ കായിക മേഖലയിലോ എന്തെങ്കിലും വിപ്ലവം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇല്ല. കേരളത്തിൽ സ്വന്തമായിട്ട് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടോ? സ്പോൺസർ കമ്പനിക്കെതിരെ രാജ്യദ്രോഹക്കുരുതിന് കേസെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു പറയുന്നത്. ഈ മെസ്സിയെ കൊണ്ടുവന്നാലും കുറെ വോട്ട് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. പഞ്ചായത്തെടുപ്പ് വരാൻ പോകുന്നത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തെയും അതോടൊപ്പം തന്നെ ഇന്ത്യയും പറ്റിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിരുത്തരവാദിത്വപരമാണ് ഇവരുടെ പ്രതിപക്ഷ ധർമ്മം എന്ന് നമ്മൾ നോക്കേണ്ടത്. പല കുട്ടികൾക്കും പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും അല്ലെങ്കിൽ യാത്രാ ചെലവുകൾക്ക് പണമില്ലാതെ ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. മത്തി അടുക്കിയ പോലെയാണ് പിള്ളേരെ ഓർഡിനറി കമ്പാർട്ട്മെന്റിലാണ് ഒരു ദിവസവും 2 ദിവസവും ഒക്കെ യാത്ര ദേശീയ കായികമേളയ്ക്ക് വിടുന്നത്. ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലൊക്കെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ക്രെഡിബിലിറ്റി അവിടെയാണ്. ഈ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് they have to think twice. രാജുഭായ് നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കേരളത്തിൽ മെസ്സി വരുമോ വരില്ലയോ എന്നുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു മലയാളി ചെന്ന് കഴിഞ്ഞാലും ഞാൻ ഐ എം ഫ്രം കേരള എന്ന് പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നാണല്ലേ, അവിടെ ഒരുപാട് കായലുണ്ടല്ലേ, കരിമീനുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരുപാട് രുചിക്കൂട്ടുകൾ ഉണ്ട് അല്ലേ, വളരെ സ്വർഗ്ഗതുല്യമായ ഒരു സ്ഥലമാണല്ലേ കേരളം എന്നൊക്കെ ചോദിക്കുന്നതിൽ നമുക്കൊക്കെ വളരെ അഭിമാനം തോന്നിക്കുന്ന നിമിഷങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് മെസ്സിയെ പറ്റിച്ച നാട്ടിൽ നിന്നല്ല വരുന്നത്, കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്ന സമയത്ത് മെസ്സിയെ പറ്റിച്ച അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ ക്ലബിനെ പറ്റിച്ച നാട്ടിൽ നിന്നല്ലേ നിങ്ങൾ വരുന്നത് എന്ന ചോദ്യം കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവുമോ? ഇല്ല, അതിനകത്തുള്ള കാര്യം കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഈ ക്യാപ്ഷനൊക്കെ കണ്ടിട്ട് വരുമ്പം ഇവിടെ വരുമ്പോഴാണ് അവർ ഇവിടുത്തെ ഹർത്താലും ബന്ധമൊക്കെ കാണാൻ തുടങ്ങുന്നത്. ഒരു ടൗൺ വരെയൊക്കെ കാണാൻ പറ്റുക, നാട്ടിലെല്ലാം ഫ്ലെക്സ് ബോർഡുകൾ അത് ഇതെല്ലാം കാണുന്നത്. അപ്പം ഇതിനകത്തൊക്കെയുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. പിന്നെ നോക്കുകൂലിയുടെ സ്വന്തം നാടാണ്, അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ കേരളത്തിലുണ്ട്. അത് പോട്ടെ, വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ പോകാവും. 450 CR ഒക്കെ മുടക്കി ഇത് കൊണ്ടുവരുമ്പം അതിൻ്റെ സ്പോൺസേഴ്സ് അതിൻ്റെ എല്ലാ എക്സ്പെൻസും എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. മെസ്സി മെസ്സി വരുന്നത് അത് വിജയിക്കുകയും ചെയ്യും. അവർക്ക് പിന്നെ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരളത്തിൽ അത്രയും നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എനിക്കറിയത്തില്ല, എനിക്ക് വ്യക്തിപരമായി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്, ഭ്രാന്താണ്. ചെറുപ്പം തൊട്ടേ നമ്മൾ കാരണം മലപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ സെവൻ ഫുട്ബോളിൻ്റെ ഒരു മണ്ണുമാണ്. ഞങ്ങളൊക്കെ നാട്ടും പുറത്ത് പാടത്ത് വേനൽക്കാലത്തായി കഴിഞ്ഞാൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്രൗണ്ട്, എല്ലാ സ്ഥലങ്ങളും ഗ്രൗണ്ടായിരിക്കും. ഒരു നാട്ടിൽ തന്നെ അതെല്ലാ നാട്ടിലെ അവസ്ഥയാണ്. പാടം മുഴുവൻ നമ്മൾ ഗ്രൗണ്ടാക്കി മാറ്റും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ഉഴുതു കൊടുക്കുന്നതും നമ്മൾ പിരിവിട്ട് തന്നെയാണ് വീണ്ടും അത് സെറ്റാക്കി കൊടുക്കും. മറ്റേത് അത് കോൺക്രീറ്റ് ചെയ്ത പോലെ ആയിരിക്കുമല്ലോ പാടത്തിൻ്റെ അവസ്ഥ. അപ്പം പ്രത്യേകിച്ചും ഈ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ അദ്ദേഹവും ഒരു ഫുട്ബോൾ ഭ്രാന്തനാണ്. അദ്ദേഹം പിന്നെ വേൾഡ് കപ്പുകൾ പലതും കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് മെസ്സിക്ക് വേണ്ടി ഒരു കായിക മന്ത്രിയുടെ ഒരു സംസ്ഥാനത്തെ ഒരു കായിക വകുപ്പിൻ്റെ പരിപൂർണമായ എനർജി ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കളയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ മെസ്സിയെയൊക്കെ അടുത്ത് കാണാൻ മലയാളിക്ക് ഭാഗ്യം കിട്ടി, ഇവരെയൊക്കെ കളികൾ കാണാൻ ഭാഗ്യം കിട്ടി. കാരണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വേൾഡ് കപ്പ് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് നമുക്കെല്ലാവർക്കും ആക്സസ് ഉണ്ടാകുന്നൊരു സ്ഥലത്ത് ഖത്തറിൽ പിന്നെ ദോഹയിൽ 2022 വേൾഡ് കപ്പ് നടത്തിയപ്പം എല്ലാവരുടെയും കളികൾ കാണാൻ മലയാളികൾക്ക് അവസരം കിട്ടി. കാരണം എല്ലാവർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോയി വരാൻ ചിലവ് കുറഞ്ഞ ഒരു പ്രദേശം, പിന്നെ പ്രവാസികൾ ഇഷ്ടം പോലെയുള്ള നാടുകൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് ചെയ്യുന്നു. അല്ലാതെ ഈ UAE-ക്കാരോ സൗദിക്കാരോ ഒന്നും അവിടെ കളി കാണാൻ പോയിട്ടില്ല. അവർ പ്രത്യേകിച്ചും ഖത്തറിനായിട്ട് കുറച്ച് സംഘർഷമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ലോകത്തിൻ്റെ ഒരു കായിക ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഖത്തറിന് മാറാമെന്നൊക്കെ പ്രതീക്ഷിച്ചു. അതൊന്നും നടന്നിട്ടില്ല. അതോടുകൂടി അവരുടെ സാമ്പത്തിക തകർച്ചയൊക്കെ തുടങ്ങി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പോട്ടെ, കാട് കയറി പോകുന്നു പതിവ് പോലെ. ഈ മെസ്സിയെ ഇത്രയധികം ഞാൻ പറയുന്നത് ഇത്രയും ഊർജ്ജം ചെലവഴിച്ച് കൊണ്ടുവരേണ്ടതുണ്ടോ? ഇത്രയും സമയം അതിനുവേണ്ടി തന്നെ ഫോക്കസ് മെസ്സിയാണോ? പിന്നെ മെസ്സിയിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ ഈ ഫുട്ബോൾ മേഖലയിലോ അല്ലെങ്കിൽ കായിക മേഖലയിലോ എന്തെങ്കിലും വിപ്ലവം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇല്ല. ഇവിടെ എത്രയോ കഴിവുള്ള കുട്ടികൾക്ക് വേണ്ട പരിശീലനം കൃത്യമായി നടത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. നല്ല ഒരു കേരളത്തിൽ സ്വന്തമായിട്ട് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടോ? ഇപ്പം മറ്റേ ഇവരുടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നല്ലോ കൊച്ചി, അതുപോലും പ്രശ്നത്തിലായി. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പം ഇവിടെ നല്ലൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള നല്ല സ്റ്റേഡിയം കേരളത്തിലുണ്ട്. നമ്മൾ ഇവിടുത്തെ വലുതാണെന്ന് കണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ സ്റ്റേഡിയം എന്താണെന്ന് കാണുന്നത്. നമുക്ക് നല്ല സ്റ്റേഡിയം കാണണമെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള അവസ്ഥയുണ്ട്. കേരളത്തിൽ നല്ല സ്റ്റേഡിയം ഇല്ല. കേരളത്തിലിപ്പം ഈ കായിക മേഖലയിൽ തന്നെ ഫുട്ബോൾ ബി അബ്ദുറഹിമാന് വ്യക്തിപരമായി ഫുട്ബോളിനോട് പിന്നെ വലിയ താല്പര്യമുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. ക്ലബ്ബ് ഫുട്ബോൾ യൂറോ കപ്പ് ആണെങ്കിലും അതേപോലെ വേൾഡ് കപ്പ് ആണെങ്കിലും എല്ലാവരും ഇരുന്ന് ഉറക്കുളച്ച് കാണും. ക്രിക്കറ്റ് ചിലപ്പോൾ അത്രയും കാണുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും
ഇവിടെ കേരളത്തിൽ വോളിബോളിനൊന്നും സ്കോപ്പുള്ള സ്ഥലമായിരുന്നു. വോളിബോൾ ഒരു കാലത്ത് ഇപ്പം ജിമ്മി ജോർജിൻ്റെയൊക്കെ നാടാണിത്, ഇപ്പോൾ ടോമിൻ്റെ നാടാണ്. അങ്ങനെയുള്ള ഇവിടെ വോളിബോളിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. ഇവിടെ നിന്ന് ഏറ്റവും പിന്നെ ഒരു പക്ഷേ ഈ അത്ലറ്റിക്സിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. ഇപ്പോൾ സ്കൂൾ പല കുട്ടികൾക്കും പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും അല്ലെങ്കിൽ യാത്രാ ചിലവുകൾക്ക് പണമില്ലാതെ ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ബംഗാളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇവിടെ പിന്നെ ജോലി എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വരുന്നത് പോലെ മത്തി അടുക്കിയ പോലെയാണ് പിള്ളേരെ ഓർഡിനറി കമ്പാർട്ട്മെന്റിലാണ് ഒരു ദിവസവും 2 ദിവസവും ഒക്കെ യാത്ര ദേശീയ കായിക മേളയ്ക്ക് വിടുന്നത്. അവരെ 3rd ക്ലാസ് AC എങ്കിലും എടുത്ത് വിടണം. കാരണം ഇവർ ഫിസിക്കലി വീക്കാവും. അടുത്ത ദിവസം പോയിട്ട് അവിടെ പിന്നെ മത്സരം. അല്ല, അത് കേരളത്തിന് കൂടുതലായിട്ട് സമ്മാനങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഇതാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ ട്രാവൽ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർ മൊത്തത്തിൽ ടയേർഡ് ആവുന്നു, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് നല്ല യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ പോലും ഒരു വീക്ഷണം പോലും ഇവർ ഏറ്റെടുക്കാതിരിക്കുകയും അതിനുള്ള വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ നല്ല കോച്ചിങ് സെൻ്ററുകളുണ്ടോ ഇവിടെ? നമ്മുടെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പിന്നെ PT ഉഷ സ്വന്തം നിലയ്ക്കാണ് തുടങ്ങിയത്, PT ഉഷയുടെ. അതേസമയം നമ്മൾ ആലോചിച്ച് നോക്കും, കുട്ടികൾ എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ പറ്റുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടത്ര ആവശ്യമായിട്ടുള്ള പരിശീലനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റിയിട്ടുള്ള പ്രാഥമികമായ സൗകര്യങ്ങളില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് മറ്റു പലയിടത്തും പിന്തള്ളപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ കോതമംഗലം ബാർ ബേസിൽ, അതേപോലെ കോഴിത്തോട് സ്കൂള്, സംസ്ഥാന കായികമേളയിലൊക്കെ നിരന്തരമായി 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും വന്നുകൊണ്ടിരുന്ന സ്കൂളുകളാണ്. അവിടെ ആ സ്കൂളിൽ പോയി പഠിക്കുന്നവരെങ്ങനെ ഇങ്ങനെയാവുന്നത്? അതേ വിഭാഗത്തിൽപ്പെട്ട അതേ കഴിവുകളുള്ള കുട്ടികളാണ് കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സർക്കാരുകൾ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് കരാർ ഒപ്പിട്ടിട്ടുള്ളത്. ഈ സർക്കാർ ഇങ്ങനെ ഒപ്പിടുന്ന പല കരാറുകളും ഇപ്പോൾ നിക്ഷേപ സംഗമം, ഈ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള പല കമ്പനികളും കോടിക്കണക്കിന് രൂപ, അതായത് 10 100 കോടി രൂപയുടെ ഒന്നുമല്ല, ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രൊജക്റ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളുടെ പലതിൻ്റെയും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു 100% പോലും അസറ്റോ ക്യാപിറ്റലോ ഉള്ളൊരു കമ്പനികളല്ല ഈ പ്രൊജക്റ്റുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു മുറിയിൽ, അതായത് ഒരു പെട്ടിക്കടയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ഒരു ഡ്രീം കാണാം, ആർക്കും ഡ്രീം സ്വപ്നം കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിനുള്ള ഒരു റിസോഴ്സ് കണ്ടെത്താതെ ഒരു പ്രൊജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുന്നു. ഗവൺമെൻറ് അത് വലിയ പ്രൊജക്റ്റായിട്ട് കൊട്ടിഘോഷിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, മൊണാർക്ക് എന്ന് പറയുന്ന പൂനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി. ഈ കമ്പനി അങ്കമാലിയിൽ ഏകദേശം 5000 കോടിയുടെ ഒരു ടൗൺഷിപ്പ് പണിയുമെന്ന് പറഞ്ഞു. ആ പ്രപ്പോസൽ സർക്കാരിൻ്റെ മുൻവശമുണ്ട്. സർക്കാർ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ മൊണാർക്ക് എന്ന് പറയുന്ന കമ്പനി പൂനെയിൽ തന്നെ പല പ്രൊജക്റ്റുകളും കംപ്ലീറ്റ് ആക്കാത്ത കമ്പനിയാണ്. അപ്പോൾ സർക്കാർ പോയി അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പേരിൽ മേഴ്സിക്കുട്ടിയമ്മ എത്രത്തോളം ആരോപണങ്ങൾ കേട്ടു. പക്ഷേ ആ കമ്പനിയുടെ ഉടമസ്ഥന് 10,000 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരുത്തരാണ് വന്നിട്ട് കോട്ടിട്ട് വന്നിട്ട് ഈ സംസ്ഥാന സർക്കാരിനെ പറ്റിച്ചിട്ട് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ എഗ്രിമെന്റ് ചെയ്യപ്പെടുന്ന പല കമ്പനികളുടെയും ഒരു ക്രെഡിബിലിറ്റി പരിശോധിക്കാനായിട്ട് സർക്കാർ തയ്യാറാവാത്തതിന്റെ പ്രശ്നങ്ങളില്ലേ? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് ആദ്യം സ്ക്രീനിങ് നടത്തണം. ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ ആർക്കും കൊണ്ടുവരാം. ഇപ്പോൾ സിബി പറഞ്ഞ പോലെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വപ്നം കാണുന്നതിന്. അപ്പോൾ പലതും കാണാൻ ബുദ്ധിയുള്ളവന് വേണമെങ്കിൽ ഒന്നുമില്ലാതെയും ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊക്കെ പറ്റും. നല്ല പിന്നെ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് വെൽ സ്റ്റഡീഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് റൈസിങ് അടക്കമൊക്കെ നടക്കും. പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണം. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പഠിക്കണം. ഇവരുടെ ട്രാക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം ഇതിനകത്ത് ഈ പ്രപ്പോസൽ കൊട്ടിക്കൂട്ടിക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്കോ അവരത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നു, വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ മികവാണ് എന്ന് പറഞ്ഞ് അതിനെ അവതരിപ്പിക്കുന്നു. ഇവരെന്നെ പറയുന്നത് ഇവിടെ ഞാൻ പറയട്ടെ, കേരളത്തിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? കേരളത്തിൽ യൂസഫ് അലി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ആൾ. യൂസഫ് അലി പ്രൊഡക്റ്റീവായിട്ടുള്ള ഇവിടുത്തെ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. ഷോപ്പിംഗ് മാളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ലുലു കൺവെൻഷൻ സെൻറ്ററും ഉള്ളത്. ഈ ഷോപ്പിംഗ് മാളുകൾക്കകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലത്ത് സ്പെൻസർ പിന്നെ കേരളത്തിൽ അവരുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയ സമയത്ത് അതിനെതിരെ സമരം നടത്തിയത് CPM ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് സമരം നടത്തിയിട്ടുള്ളത്. എൻ്റെ നാടായിട്ടുള്ള മഞ്ചേരിയിൽ സ്പെൻസർ തുടങ്ങിയപ്പോൾ അടിച്ചു കുടിക്കുക ചെയ്ത് സമരം നടത്തിയത്. അതായത് ചെറുകിട കച്ചവടക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും, അവനും ഇവരുമായിട്ട് മത്സരിക്കാൻ കഴിയത്തില്ല, അവരുടെ കടകളിൽ ആൾക്കാർ കയറത്തില്ല എന്നാ പറഞ്ഞത്. ഇന്നിപ്പോൾ ചെറുകിട കച്ചവടക്കാരില്ലല്ലോ, അവരെല്ലാം പൂട്ടിപ്പോയല്ലോ. അത്യാവശ്യം ഒരാൾ എന്താ പറയുക, ഈ പണ്ടത്തെ ചെറുകിട കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു
സമ്പത്തായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആശുപത്രി പോകാനായിട്ട് ഒരു 50 രൂപ കടം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടി ചെന്നിട്ട് മേടിക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തുള്ള പലചരക്കടകളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് നമ്മൾ അതൊക്കെ ഇതൊക്കെ നമ്മൾ മറന്നു. ഇപ്പം നമ്മളെല്ലാം ഒരു സൂപ്പർ മാർക്കറ്റ് കൾച്ചറിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ഗ്രാമപ്രദേശത്തും സൂപ്പർ മാർക്കറ്റുകൾ വന്നു. ഞാൻ പറഞ്ഞു വന്നത് അന്ന് സ്പെൻസർ തല്ലിപ്പൊളിച്ചു കഴിഞ്ഞ് ഇപ്പോഴത്തെ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് എല്ലായിടത്തും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലുലു വരുന്നു. അപ്പോൾ ലുലു വരുമ്പം ലുലു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താ, എല്ലാം അവരുടെ സ്ഥാപനമല്ല, ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പറയുന്ന എല്ലാവരും അതിനകത്ത് കൊണ്ടുവരികയാണ്. അവരുമായിട്ട് മത്സരിക്കാൻ പറ്റാത്ത ഇപ്പം നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരൻ വരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കുന്നുള്ളൂ. പണ്ടത്തെ കാലത്ത് പോലെയുള്ള മുറുക്കാൻ കടയോ ചെറിയ പിന്നെ ഒരു 10 കിലോ തക്കാളിയും 2 കിലോ സവാളയും കൊണ്ടുവന്ന് വിൽക്കുന്ന കടക്കാരനോ ഒന്നും അവന് ജീവിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ജീവനോപാധി തകരുന്നുണ്ട്. അപ്പം ഒരു വശത്ത് ചില ആൾക്കാരെ തങ്ങൾക്ക് താല്പര്യമുള്ളവരുടെ കാര്യത്തിനകത്തൊരു അമിതമായി അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരാരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പെൻസറിനെതിരെയുള്ള സമരമൊക്കെ പിന്നെ പിൻവലിഞ്ഞു. ഇവർക്ക് കിട്ടേണ്ടത് കിട്ടി, ഇവർക്ക് കിട്ടേണ്ട പൈസ കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സോൾവ് ആക്കി കൊടുത്തു, പിന്നെ നടത്താം എന്നുള്ളതാണ്. അങ്ങനെ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ ഇവർക്കൊക്കെ എന്തെങ്കിലും കൈമുടക്ക് കൊടുക്കുകയും ഇവരെ ചില ആൾക്കാരെ കീപ്പോസ്റ്റ് ഇരിക്കുന്നവരെ കാണേണ്ട പോലെ കാണുകയും ചെയ്യുമ്പം അവർക്ക് ഈ കടലാസ് കമ്പനികൾ ആണെങ്കിലും സിബി നേരത്തെ പറഞ്ഞ പോലെ കടലാസ് കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന് അപ്രൂവൽ കൊടുക്കുകയും അതിനെ കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇത് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല. ഇത് ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പറച്ചിലേ ഉള്ളൂ. 1000 പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു എന്നാണ് വ്യവസായ മന്ത്രി രാജീവ് പ്രഖ്യാപിച്ചത്. എന്ത് വ്യവസായം ആരംഭിച്ചത് എനിക്കറിയത്തില്ല. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 1000-ഓളം പഞ്ചായത്തുള്ളത്, ഒരു പഞ്ചായത്തിൽ ഒന്ന് വെച്ച് വരണം. അത് വേറെ വലിയൊരു വിഷയമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്. കാരണം അത് എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ കാരണം പ്രൊഡക്ഷൻ ഒന്നും കേരളത്തിൽ ഒരു സ്ഥലത്തും ആരംഭിച്ചിട്ടില്ല. ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ താഴിട്ട് പൂട്ടാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥ മാഫിയ തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് മലയാളികൾക്ക് തന്നെ ഒരു അപമാനമുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. ഇവ ഇന്ത്യയിലോ അല്ല കേരളത്തിലോ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല. ഇത് കേരളത്തിന് മാത്രം നാണക്കേടുണ്ടാവുന്നില്ല, ഇത് മൊത്തത്തിൽ ഇന്ത്യക്ക് അപമാനകരമാണ് ഈ ഒരു പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അർജന്റീന പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ക്ലബിൻ്റെ കൂട്ടത്തിൽ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക, അതിനുശേഷം പണം കൊടുക്കാനില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ, പണം കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ. അതിനുശേഷം അവരവിടെ നിന്ന് അർജന്റീന ഫുട്ബോൾ ക്ലബ്ബ് ഈ സ്പോൺസർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നൊരവസ്ഥ, കേരള സർക്കാർ ഈ സ്പോൺസർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നൊരവസ്ഥ. ഇതൊക്കെ ദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയെ നാണം കെടുത്തതിന് തുല്യമല്ലേ? യെസ്, ഉറപ്പല്ലേ. കാരണം ഇത് കേരളവും അർജന്റീനയും തമ്മിലുള്ള ഡീലെന്നല്ല വരുന്നത്, ഇത് ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ളതായിട്ടാണല്ലോ ഫലത്തിൽ വരിക. അവർ നോക്കുമ്പോൾ ഇന്ത്യക്ക് മൊത്തത്തിൽ നടക്കില്ല. നമ്മൾ കാണിക്കുന്ന വിവരമില്ലായ്മയുടെ ഭാഗമായിട്ട് ഒരു രാജ്യത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരിക ചെയ്യുന്നത്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ നേരിട്ട് അങ്ങനെ ചെയ്യുന്ന രീതി തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവരുമായിട്ട് ഡീലിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ മുഖേന വേണമായിരുന്നു അവരുമായിട്ട് ഡീലിലേക്ക് പോകാൻ. അല്ലാതെ ഇവിടെ ഇരുന്ന് കേരളത്തിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓരോന്ന് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. അത് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ സഹായം വാഗ്ദാനം നടത്തിയ പോലെയുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഇതിനുള്ള ഒരു എന്താ പറയുക, ഒരു എനർജി കിട്ടിയത് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ നിക്ഷേപ സംഗമങ്ങളുണ്ട്. ഈ നിക്ഷേപ സംഗമങ്ങളിൽ കോട്ടിട്ട് വരുന്ന എല്ലാവരും കോടീശ്വരന്മാരാണെന്ന് നമ്മുടെ സർക്കാർ തെറ്റിദ്ധരിച്ചെടുത്താണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ വിചാരിച്ചു എന്തുകൊണ്ട് തങ്ങൾക്കും ആയിക്കൂടാ, തങ്ങളൊരു 450 ഒരു അന്താരാഷ്ട്ര കരാറിലാണ് ഒരു കമ്പനി പോയി, ഒരു ഇന്ത്യൻ കമ്പനി പോയി ഒപ്പിട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വലിയൊരു ക്രെഡിബിലിറ്റി അവരുടെ കമ്പനിക്ക് ഉണ്ടാകും എന്ന് അവർ വിചാരിച്ചു. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. ഇത് ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു നാണക്കേടാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇന്ത്യ നമ്പാൻ കൊള്ളില്ല എന്നല്ലേ അവർ തീർച്ചയായിട്ടും. ബാക്കിയുള്ള ഇനിയിപ്പോൾ നാളെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലും ഉള്ള ഏതെങ്കിലും കായിക ഇനവുമായി ബന്ധപ്പെട്ട അസോസിയേഷനുമായിട്ടൊരു ഡീലിലേക്ക് പോകുമ്പം ഇന്ത്യയുടെ ദേശീയ സർക്കാർ തന്നെ അങ്ങനെ കാര്യത്തിലേക്ക് പോയാൽ പോലും അവർ ഒരു 2 പ്രാവശ്യം ആലോചിക്കും അവർ. കാരണം മുമ്പിലൊരു അനുഭവമുണ്ട്. അത് മെസ്സി ആരാ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. മെസ്സി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും താരമൂല്യമുള്ള ഒരു ഫുട്ബോൾ കളിക്കാരൻ. ആ അദ്ദേഹത്തെ കിട്ടാനും അദ്ദേഹത്തിൻ്റെ ടീമിനെ കിട്ടാനും വേണ്ടി പറയുമ്പോൾ അതും ബി അബ്ദുറഹ്മാന് പോലും വ്യക്തതയില്ല, യാതൊരു വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു സാദിഖ് അലി തങ്ങൾ വളരെ മനോഹരമായിട്ട് ട്രോളിയിട്ടുണ്ട്. വരില്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരുമോ, അതല്ല പറയേണ്ടത്, വരുമോ എന്നാണ് പറയേണ്ടത്. വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയേണ്ടതെന്നുള്ളത്. ഇത് വാക്കുകൾക്കിടയിൽ കൂടെ എവിടെ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുക. അതായത് ഇവരിപ്പോഴും ഇവർക്ക്
കൺഫേംഡ് അല്ല ഈ സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം ഒരു ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലൊക്കെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ ക്രെഡിബിലിറ്റി അവിടെയാണ് ഈ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ദേ ഹാവ് ടു തിങ്ക് പ്രൈസ് എന്നുള്ള സാധനമുണ്ട്. കാരണം ഉത്തരവാദിത്വപൂർവമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിൽ വിശ്വസനീയമല്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നീട് മാറുമ്പം എല്ലാ കാലത്തേക്കും അവരുടെ ഈ വാക്കുകളിലെ ആളുകൾക്ക് വിശ്വാസം ഇല്ലാതാകുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്പോൺസർ കമ്പനിക്കെതിരെ രാജ്യദ്രോഹക്കുരുതിന് കേസെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഇത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ വരുന്ന പൗരന്മാർക്ക് നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ മറ്റ് അർജന്റീന പോലുള്ള രാജ്യത്തിന് മുമ്പിൽ ഇന്ത്യ പറ്റിച്ചു എന്നേ പറയത്തുള്ളൂ. അതെ, അല്ലെങ്കിൽ ഈ സ്പോൺസർ പറ്റിച്ചെന്ന് പറയത്തില്ല. ഫെഡറൽ സംവിധാനം നിലവിലുള്ള ഒരു രാജ്യത്ത് നമ്മൾ സംസ്ഥാനമാണ് എന്ന് ബോധം ആദ്യം നമുക്കുണ്ടാവണം. നമ്മളിത് പോകേണ്ടത് ശരിക്കും ഞാനിപ്പോഴും പറയുന്ന അതിൻ്റെ ചാനൽ ഇങ്ങനെ ആവണമായിരുന്നു. കേന്ദ്ര കായിക വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടോ ബന്ധപ്പെട്ട് അവർ മുഖേനയായിരുന്നു അവിടെ ചർച്ച നടക്കേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ. ഇത് നമ്മൾ മെസ്സിയെ ഇതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഈ മെസ്സിയെ കൊണ്ടുവന്നാലും കുറെ വോട്ട് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. പഞ്ചായത്തെടുപ്പ് വരാൻ പോകുന്നത്. അല്ല, അതിനകത്ത് സർക്കാർ ഒരു കാര്യം ഇവരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പെർമിഷനും കാര്യങ്ങളും, അതായത് 1-2 രൂപയല്ല, 450 കോടി രൂപയാണ്. 450 കോടി രൂപ അർജന്റീനയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ കമ്പൽസറി ആയിട്ടും ആവശ്യമുണ്ട്. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് സർക്കാർ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ചതിവിൽ പോയി ചാടത്തില്ലായിരുന്നു. സർക്കാർ ചതിവിൽപ്പെട്ടേക്കുന്നതാണ്. നാണക്കേടായി. ഇത് മലയാളിക്ക് മാത്രമാണോ? മുഴുവൻ വരുന്ന ഭാരതീയ നാണക്കേടല്ലേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. BJP ഒന്നും ഈ കാര്യത്തിൽ ഒരു അക്ഷരം പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണാം. വലിയ രാജ്യസ്നേഹം പറയുന്ന ആളുകളാണ് BJP-കാരൊക്കെ. പക്ഷെ BJP-കാർ പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. നമ്മുടെ പ്രതിപക്ഷം ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഇല്ല. പ്രതിപക്ഷം ഇതെന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലേ? ഒരു കമ്പനി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തെയും അതോടൊപ്പം തന്നെ ഇന്ത്യയും പറ്റിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിരുത്തരവാദിത്വപരമാണ് ഇവരുടെ പ്രതിപക്ഷ ധർമ്മം എന്ന് നമ്മൾ നോക്കേണ്ടി വരില്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ആകെ കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മാത്രമാണ്. അത് പിന്നെ മീഡിയ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെ ഏറ്റവും ശക്തമായിട്ട് വിമർശിക്കാനൊന്നും പോയില്ല. പക്ഷേ ഒറ്റ വാക്കിൽ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു, ശരിയാക്കി കൊടുത്തു. അബ്ദുറഹ്മാനൊന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അബ്ദുറഹ്മാൻ ഇപ്പോൾ എന്തൊക്കെ ഇത് പറഞ്ഞു കുടുങ്ങിയ പോലെ. ഞാൻ പറഞ്ഞ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ഒക്കെ ഏറ്റെടുത്ത് അങ്ങനെ അബ്ദുറഹ്മാനും പിന്നെ പാർട്ടിക്ക് അങ്ങനെ നിൽക്കാമെന്ന കരുതിയെ. ഇതൊക്കെ ഒരു ഈ തൊട്ടി രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒരു നിലവാരമില്ലാത്ത ഗിമിക്സ്. തീർച്ചയായിട്ടും അതാണ് സംഭവിച്ചത്. അതുകൊണ്ടുണ്ടാവുന്ന ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കായിക മേഖല വേറെ ഏതെങ്കിലും രാജ്യങ്ങളും കായിക പിന്നെ മേഖലയുമായിട്ട് ക്രിക്കറ്റിനെ അത് ബാധിക്കത്തില്ല എന്ന് നോക്കാം. ബാക്കിയുള്ളതിനകത്തൊക്കെ ഏതെങ്കിലും ഡീലിലേക്ക് പോകുമ്പോൾ അവർ ഈ ചരിത്രം ആളുകളുടെ മുമ്പിൽ അനുഭവമായിട്ട് നിൽക്കുകയും നമുക്കത് എന്തായാലും ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിനകത്തുള്ള അഭിപ്രായം.